സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില സൈൻസ് ആൻഡ് സിംബൽസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. അതിന് തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗ്രിഡ് റെഫറൻസിനെ കുറിച്ചാണ്. ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഗ്രിഡ് റെഫറൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മാപ്പുകളെ പറ്റി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. Haven't you noticed the red lines drawn lengthwise and breadthwise in the given topo sheet figure 4.1? What are they and what are their uses? ഇവിടെ ഒരു ചിത്രം നമ്മോട് പറയുകയാണ്. ആ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ചിത്രത്തിൽ വിലങ്ങനെയും കുത്തനെയും ഒക്കെ ചില ചുവപ്പ് നിറത്തിലുള്ള ലൈൻസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഫിഗർ 4.1. അപ്പം നമുക്ക് ആ ഫിഗറിലേക്ക് പെട്ടെന്നൊന്ന് പോയി നോക്കാം അല്ലേ. ഇവർ പറയുന്ന ചിത്രത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇതാണ് ആ ചിത്രം. ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. മാപ്പിൽ പിന്നെ 03, 04, 05, 06 അങ്ങനെ ഓരോ നമ്പർ കൊടുത്തിട്ട് കുത്തനെയുള്ള റെഡ് ലൈൻസ്, കുത്തനെയുള്ള വരകൾ കാണാം. അതേപോലെ സൈഡിലും നമുക്ക് കാണാൻ പറ്റും അല്ലേ. 07, 08, 09 അങ്ങനെ വിലങ്ങിനി നമുക്ക് എന്ത് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഒരു റെഡ് ബോക്സസ് അല്ലെങ്കിൽ റെഡ് ലൈൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുത്തനെയും വിലങ്ങിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് ലൈൻസ് നമ്മൾ ഈ ഒരു മാപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു. അത് എന്തിനാന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ലൈൻസ് കാണുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചു, നമ്മൾ കണ്ടു. ഓക്കെ, ഇനി എന്താണ് ആ ലൈന്, എന്താണ് അതിന്റെ ആവശ്യം, അതിന്റെ ഉപയോഗമൊക്കെ എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. ശ്രദ്ധിക്കുക. വാട്ട് ആർ ദേ, അതെന്താണ് സംഭവം, ആൻഡ് വാട്ട് ആർ ദെയർ യൂസസ്, അതിന്റെ ഉപയോഗങ്ങൾ, ആവശ്യം എന്തൊക്കെയാണ് നമുക്കറിയില്ല. നമ്മളിത് പഠിക്കാൻ പോവാണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വരകളൊക്കെ വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. സോ ഗ്രിഡ് റെഫറൻസ്. Grid reference. You know that places are located on maps and globe with the help of latitudes and longitudes. അതായത് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും. എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊന്നും ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. കാരണം 10ാം ക്ലാസ്സിലെത്തിയ സ്ഥിതിക്ക് എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഭൂമിയിൽ കുത്തനെ നോർത്ത് പോൾ ടു സൗത്ത് പോൾ, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് നമ്മൾ വരയ്ക്കുന്ന കുത്തനെയുള്ള വരകളാണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇക്വേറ്റർ എന്തിന് എക്സാമ്പിളാ, അത് ലാറ്റിറ്റ്യൂഡിന് എക്സാമ്പിളാ. വിലങ്ങനെയുള്ള, നമ്മുടെ ഭൂമിയിൽ വിലങ്ങനെ കാണുന്ന വരകളാണ് എന്ത്, പിന്നെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. സോ അപ്പൊ അങ്ങനെയുള്ള ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റിയും ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഷോ ദി precise location of minor geographical features in topo sheets which are large scale maps. അപ്പൊ ഇങ്ങനെയുള്ള ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ ഗ്ലോബിലും അതേപോലെ ഭൂപടങ്ങളിലൊക്കെ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാന നിർണയം നമ്മൾ നടത്തുന്നത്, ഒരു പ്രദേശത്തിന്റെ സ്ഥാനം കണ്ടെത്തുന്നത്. എന്നാൽ ടോപ്പോഗ്രഫിക് മാപ്സിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു പ്രദേശത്തിന്റെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും കാണിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന പിന്നെ മാപ്പുകളാണ് ഇത് ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, വളരെ മൈനർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ആ മൈനർ ആയിട്ടുള്ള, ആ മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ഫീച്ചറിന്റെ ആ ഒരു പ്രത്യേകത, ആ ഒരു കിണറായിക്കോട്ടെ, ഒരു കുഴൽ കിണറായിക്കോട്ടെ, അങ്ങനെയുള്ള ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കൂല. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഷോ ദി പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് മൈനർ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻ ടോപ്പോ ഷീറ്റ്സ് വിച്ച് ആർ ലാർജ് സ്കെയിൽ മാപ്സ്. അപ്പൊ നമുക്ക് ഈ സാധാ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് നമുക്ക് വളരെ മൈനർ ആയിട്ടുള്ള, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് സാധിക്കൂല. ടു സോൾവ് ദിസ് ഡിഫിക്കൽറ്റി, നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ഇൻ റെഡ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ടോപ്പോ ഷീറ്റ്സ്. അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ടോപ്പോ ഷീറ്റുകളിൽ നമുക്ക് എങ്ങനെയുള്ള ലൈൻസ് കാണാൻ പറ്റും, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ. ഏതാ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ഞാനൊന്ന് വരയ്ക്കാം. ഡയറക്ഷനിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതാ
ഇങ്ങനെ കുത്തനുള്ള വരകളാണ്. നമുക്കറിയാലോ, നോർത്ത് അതേപോലെ സൗത്ത്. അതാണെന്ത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതേപോലെ തന്നെ ഇവിടെ പറയുന്നു ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ്, നോർത്ത് സൗത്ത് ലൈൻസും അതേപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ്. ഈസ്റ്റും വെസ്റ്റും നമ്മൾ അറിയണം, ഏതാ വെസ്റ്റ് ഏതാണ് ഈസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള വരകളും ഓക്കെ, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വരുമ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങനെ വരകൾ വരുന്നു. അതേപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഇങ്ങനെയുള്ള വരകൾ വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആ നേരത്തെ കണ്ട മാപ്പിലുള്ളത് പോലെ ഇങ്ങനെയുള്ള ഒരു ഗ്രിഡ് അവിടെ ഫോം ചെയ്തു. ജനാലിന്റെ ഒക്കെ കമ്പി പോലെ അഴികൾ പോലെ ഒരു ഗ്രിഡ് അവിടെ ഫോം ചെയ്തു. ഈ നോർത്ത് സൗത്ത് ലൈൻസും ഓക്കെ, നോർത്ത് സൗത്ത് ലൈൻസും അതേപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസും ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് വന്നു? അവിടെ ഒരു ഗ്രിഡ് ഫോം ചെയ്തു. ഒരു ജാലിക അല്ലെ ഒരു ജനാല പോലെയുള്ള സംഭവം അവിടെ എന്ത് ചെയ്തു? അവിടെ ഫോം ചെയ്തു. ഓക്കെ, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ദി നോർത്ത് സൗത്ത് ലൈൻസ് ആർ കോൾഡ് ഈസ്റ്റിങ്സ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ ലൈൻസിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരയ്ക്കുന്ന ലൈൻസ് നമ്മൾ എന്ത് വിളിക്കുന്നു? ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുന്നു. അതായത് ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന വരകളെ പേരാണെന്ത്? ഈസ്റ്റിങ്സ് എന്നത്. അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ആർ കോൾഡ് നോർത്തിങ്സ്. ഈസ്റ്റ് വെസ്റ്റ് ലൈൻ ഏതാ? നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ള വരകളാണ് ഇത് ഈസ്റ്റ് വെസ്റ്റ് ലൈൻ അല്ലേ? അതായത് ഇവിടെ ഈസ്റ്റ് ആണ്, ഇവിടെ വെസ്റ്റ് ആണ്. അപ്പോൾ വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിൽ വരയ്ക്കുന്ന വരകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നോർത്തിങ്സ് എന്നാണ്. മറ്റേതോ ഇങ്ങനെ കുത്തനെ നമ്മൾ വരച്ചത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നമ്മൾ വരയ്ക്കുന്ന വരകളെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിങ്സ് എന്നുള്ളത്. അത് നമുക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാകും താഴെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. എക്സാമിന് എന്തായാലും ചോദ്യം 99.9% നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഇത്, ഈ ഗ്രിഡ് റെഫറൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അപ്പോൾ ക്ലിയർ ചെയ്യാണ്. ശരി, ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറയുന്നു. ഓക്കെ, ഒന്നുകൂടി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ദി നോർത്ത് സൗത്ത് ലൈൻസ് ആർ കോൾഡ് ഈസ്റ്റിങ്സ്. അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് ലൈൻസ് ആർ കോൾഡ് നോർത്തിങ്സ്. ഓക്കെ, അപ്പോൾ നോർത്തിങ്സും ഈസ്റ്റിങ്സും നമ്മൾ എന്താന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ചോദ്യം തൽക്കാലം നമുക്ക് വിട്ട് കളയാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. തൽക്കാലം ആ ചോദ്യം നമ്മൾ ഒഴിവാക്കുന്നു. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈസ്റ്റിംഗ് എന്താണ് നോർത്തിങ് എന്താണെന്ന് പഠിക്കാൻ പോവുക. അതേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഏറ്റവും ആദ്യം ഈസ്റ്റിങ്സ് എന്താണ് ഈസ്റ്റിങ്സ് എന്നിവിടെ ഒരു ചിത്രസഹിതം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരയ്ക്കുന്നതാണ്. അപ്പൊ എന്താണ് ഈസ്റ്റിങ്സ്? അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓരോന്ന് നോക്കാം. ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് ഏറ്റവും ആദ്യം പറയാം. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, എന്താ ഈസ്റ്റിങ്സ്? നോർത്ത് സൗത്ത് ലൈൻസ് ആണ് ഈസ്റ്റിങ്സ്. ഓക്കെ, അത് ആദ്യം പറയാം. അതിവിടെ പറയുന്നുണ്ട്, ദീസ് ആർ നോർത്ത് സൗത്ത് ലൈൻസ്. നമ്മളിപ്പോൾ നോക്കുന്നത് എന്താണ്? ഈസ്റ്റിങ്സ് ആണ് നോക്കുന്നത്. അപ്പൊ നോർത്ത് സൗത്ത്, നോർത്ത് നിന്ന് സൗത്തിലേക്ക് അല്ലെങ്കിൽ സൗത്ത് നിന്ന് നോർത്തിലേക്കാണല്ലോ ഈ വരകൾ, കുത്തനെയുള്ള വരകളാണ്. അപ്പൊ നോർത്ത് സൗത്ത് ലൈൻസ് ആണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെയർ വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് ഈസ്റ്റ്. അതുകൊണ്ടാണ് ഈസ്റ്റിങ്സ് എന്നുള്ള പേര് കിട്ടിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്. നമുക്ക് ഇതൊക്കെ വരയ്ക്കാനുണ്ടാവും. വരച്ചിട്ട് ഒരു ഫീച്ചേഴ്സ് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും നമുക്ക് ഒരു ചിത്രം തന്നിട്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണെന്ത്? ഈ പറയുന്ന പോയിന്റ്, വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് ദി ഈസ്റ്റ്. അതായത് ഇവിടെ കുറച്ചൊരു 4 ഈസ്റ്റിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? 15, 16, 17. ആ ഈസ്റ്റിങ്സിന്റെ വാല്യൂ ആണ് അതിന്റെ മുകളിലും താഴെയും കൊടുത്തത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ഈസ്റ്റിങ്സിന്റെ വാല്യൂ എത്രയാ? 15 ആണ്. അത് റൈറ്റിലേക്ക് വന്നപ്പോൾ അഥവാ ഈസ്റ്റിലേക്ക് വന്നപ്പോൾ, ഒന്നുകൂടി ഈ ഡയറക്ഷന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി ഇങ്ങനെ വരയ്ക്കുന്നത്. നമ്മളെ മാപ്പിൽ ഇത് നോർത്ത് സൈഡ്, ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്, അതേപോലെ ഇത് ഈസ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? വാല്യൂ ഇൻക്രീസസ് ടുവേർഡ്സ് ദി ഈസ്റ്റ്. അതായത് ഈസ്റ്റിങ്ങിന്റെ വാല്യൂ, ആദ്യത്തെ വാല്യൂ എത്രയാ? 15 ആയിരുന്നു. ഈ മുകളിലും താഴെയും കൊടുത്ത രണ്ടും സെയിം തന്നെയാണ്, അത് കാര്യമാക്കണ്ട. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. അത് നമ്മൾ ഈസ്റ്റിലേക്ക് പോയപ്പോൾ, വെസ്റ്റിന്ന് ഈസ്റ്റിലേക്ക്, ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് അല്ലെ? അപ്പൊ വെസ്റ്റ് നമ്മൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ ഈസ്റ്റിങ്ങിന്റെ വാല്യൂ പിന്നെ ഈസ്റ്റിലേക്ക് പോകുന്തോറും എന്താവുകയാണ്? 16, 17,
18 കൂടി വരികയാണ് അല്ലെ. ഈസ്റ്റിലേക്ക് പോകും തോറും കൂടി വരികയാണ്. എന്ത്? വാല്യൂ കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് കിട്ടിയത്? ഈസ്റ്റിങ്സ് എന്നുള്ള പേര് കിട്ടിയത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനുള്ള ലൈനാണ്. അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസസ് ടുവേർഡ്സ് ദി ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് പോകും തോറും 15 ഉള്ളത് 16 17 18 അങ്ങനെ ഈസ്റ്റിലേക്ക് പോകും തോറും, എവിടേക്കാണ്? ഈസ്റ്റിലേക്ക് പോകും തോറും അതിന്റെ വാല്യൂ കൂടി വരികയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ, ദി വാല്യൂ ഓഫ് ദി ഈസ്റ്റിങ്സ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ടു ദി ജിയോഗ്രഫിക് ഫീച്ചേഴ്സ് ഈസ് കൺസിഡേർഡ് ഫോർ ഐഡന്റിഫൈയിങ് എ ലൊക്കേഷൻ. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ, ഈസ്റ്റിങ്സും നോർത്തിങ്സും ഒക്കെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടോപ്പോഗ്രാഫിക് മാപ്സിൽ പ്രത്യേകിച്ച് ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പോലും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോർട്ട് അല്ലെങ്കിൽ ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു കിണർ, ഒരു വെൽ അല്ലെ, ഒരു കിണർ അല്ലെങ്കിൽ ഒരു ട്യൂബ് വെൽ, ഒരു കുഴൽ കിണർ അല്ലെങ്കിൽ ഒരു സ്പ്രിങ് അല്ലെങ്കിൽ ഒരു അരുവി, ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സംഗതി, ഒരു ഫീച്ചർ, ഒരു പ്രത്യേകത, അത് ഒരു മാപ്പിൽ നമുക്ക് കറക്റ്റ് അതിന്റെ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഒരു വസ്തുവിന്റെ ലൊക്കേഷൻ നമ്മൾ കാണുന്ന സമയത്ത് ഏത് ഈസ്റ്റിങ്സാണ് നമ്മൾ എടുക്കുക, അതാണ് പറയുന്നത്. ഇവിടെ കുറെ ഈസ്റ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു മാപ്പ് ആണെങ്കിൽ, ഇപ്പോൾ ഞാനൊന്ന് ക്ലിയർ ചെയ്യാണ് മൊത്തത്തിൽ. ഓക്കെ, ഈ ചിത്രം എന്താണ്? ഇതൊരു മാപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് ഒരു മാപ്പാണ്. അപ്പൊ ആ മാപ്പിൽ ഇവിടെ ഒരു ചെറിയ ട്യൂബ് വെൽ ഉണ്ട്. ഇതാണെന്ത്? ട്യൂബ് വെൽ, കുഴൽ കിണർ. നമുക്ക് ഈ കുഴൽ കിണറിന്റെ സ്ഥാനം അറിയണം. അപ്പൊ അതറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് ഏത് ഈസ്റ്റിങ്സിന്റെ വാല്യൂ നമ്മൾ എടുക്കുക? അവിടെ 16 ഉണ്ട്, 17 ഉണ്ട്. രണ്ടിന്റെ ഇടയിലാണ് ഏത് കാണുന്നത്? 16ന്റെയും അതേപോലെ 17ന്റെയും ഇടയിലാണ് ഈ കുഴൽ കിണർ കാണുന്നത്. അപ്പൊ നമ്മൾ ഏതാണ് എടുക്കുക? അതാണ് പറയുന്നത്. വാല്യൂ ഓഫ് ദി ഈസ്റ്റിങ്സ് immediately left to the geographic feature is considered for identifying a location. അപ്പോൾ ഈ ട്യൂബ് വെല്ലിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഏതാ? അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈസ്റ്റിംഗ് ഏതാണോ അതാണ്. അതായത് ഇവിടെ ഇതിന്റെ ലെഫ്റ്റിൽ ഏതാ വരുന്നത്? ലെഫ്റ്റിൽ വരുന്ന ഏതാ? ഈ 16 ആണ്. അപ്പൊ അതിന്റെ വാല്യൂ കാണുമ്പോൾ നമ്മൾ 16 എന്ന് പറയുന്ന ഈസ്റ്റിങ്ങിന്റെ വാല്യൂ ആണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഓക്കെ, കറക്റ്റ് ലൊക്കേഷൻ കണ്ടെത്തേണ്ട രീതി നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ അതിലേക്ക് വേണ്ടി ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഏത് ഫീച്ചർ ആണോ ആ ഫീച്ചറിന്റെ, ഇവിടുത്തെ ഫീച്ചർ ഏതാ? ഇവിടുത്തെ ഫീച്ചർ ഈ ട്യൂബ് വെൽ ആണ്. അപ്പൊ അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഫീച്ചറിന്റെ, അതായത് ഈ ട്യൂബ് വെല്ലിന്റെ തൊട്ടടുത്ത് കാണുന്നത് 17 എന്ന് പറയുന്ന അല്ലെ ഈ ഒരു ഈസ്റ്റിങ്സാ. ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. പക്ഷേ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താ? ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ടു ദി ജിയോഗ്രഫിക് ഫീച്ചർ എന്നാണ്. തന്നിട്ടുള്ള ഫീച്ചർ ഏതാണോ അത് കുഴൽ കിണറാണ്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡ്, അത് ദൂരെ ആണെങ്കിലും അടുത്താണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ആദ്യം വരുന്ന ഈസ്റ്റിങ്സ് ഏതാണോ ആ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, തൊട്ട് അടുത്തുള്ളത് നോക്കുകയാണെങ്കിൽ 17 വരിക. പക്ഷെ അതല്ല, തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്ങിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നോർത്തിങ്സിനെ പറ്റിയാണ്. ഈ 3 പോയിന്റ്സ് ആണ് എന്തുള്ളത്? ഈസ്റ്റിങ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ 3 പോയിന്റ്സ് ആണ് ഓർക്കാനുള്ളത്. ഈസ്റ്റിങ്സിന്റെ വാല്യൂ നമ്മൾ നോക്കേണ്ടത് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ടു ദി ജിയോഗ്രഫിക് ഫീച്ചർ ഇസ് കൺസിഡേർഡ് ഫോർ ഐഡന്റിഫൈയിങ് എ ലൊക്കേഷൻ. ഓക്കെ, തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ കാണുക. ഇനി നമ്മൾ നോക്കുകയാണ് നോർത്തിങ്സ്. ഓക്കെ, നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ലൈൻസ് ആണ് അല്ലെ. എങ്ങനെയുള്ള ലൈൻസ്? വെസ്റ്റിന്ന് ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിലുള്ള ലൈൻസ് ആണ് എന്ത്? നോർത്തിങ്സ് എന്ന് പറയുന്നത്. അതിന് നോർത്തിങ്സ് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം നമുക്ക് നോക്കാം. ദീസ് ആർ ലൈൻസ് ഡ്രോൺ ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഒന്നാമത്തെ പോയിന്റ് ആണ്, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് എന്ത് വരുന്നത്? ഈ നോർത്തിങ്സ് വരുന്നത്. വീണ്ടും ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പൊ ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് കാണുന്നത്? ഇങ്ങനെയുള്ള ഈ നോർത്തിങ്സ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. പിന്നെ നോർത്തിങ്സ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ കാണുന്നു. പിന്നെ their value increases towards the north. വാല്യൂ increases towards the north. നോർത്തിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കുകയാണ്? വാല്യൂ കൂടി വരുന്നു. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം 75 ആണ്. നോർത്തിലേക്ക് പോവാ.
നോർത്ത് ഇതാണല്ലോ അല്ലേ, അതേപോലെ ഇത് സൗത്ത്. അപ്പൊ നോർത്തിലേക്ക് പോകും തോറും എന്തായി, ഇവിടെ 76 ആയി. വീണ്ടും നോർത്തിലേക്ക് പോയി എത്രയായി, 77 ആയി. വീണ്ടും നോർത്തിലേക്ക് പോകുമ്പോൾ എത്രയായി, 78 ആയി. അപ്പൊ നോർത്തിലേക്ക് പോകും തോറും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. എന്തിന്റെ, നമ്മൾ പഠിക്കുന്ന നോർത്തിങ്സിന്റെ. നോർത്തിലേക്ക് പോകും തോറും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നോർത്തിങ്സ് എന്ന് വിളിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിപ്പോകരുത്. നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയല്ല, നോർത്ത് സൗത്ത് ഡയറക്ഷൻ അല്ല. ഡയറക്ഷൻ ഈ കാണുന്ന ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. പിന്നെ ആ പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ their value increases towards the north. നോർത്തിലേക്ക് പോകും തോറും അതിന്റെ വാല്യൂ കൂടുന്നത് കൊണ്ടാണ് നോർത്തിങ്സ് എന്നുള്ള പേര് കിട്ടിയത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. 75 എന്നുള്ള പിന്നെ നോർത്തിങ്സിന്റെ ഈ ഒരു പിന്നെ നോർത്തിങ്സിന്റെ വാല്യൂ എത്ര, 75. വീണ്ടും അതിന് നോർത്തിലേക്ക് പോകുമ്പോൾ എത്രയായി, 76 ആയി, 77 ആയി, 78 ആയി. ഇപ്പൊ നോർത്തിലേക്ക് പോകും തോറും വാല്യൂ കൂടുന്നുണ്ട് എന്തിന്റെ, നോർത്തിങ്സിന്റെ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, അടുത്ത പോയിന്റ് പറയുന്നു the value of the northings immediately to the south of the feature, immediately to the south of the feature in the map is considered for identifying a location. നമ്മൾ പറഞ്ഞു നേരത്തെ, ഈ പറഞ്ഞല്ലോ ഈസ്റ്റിങ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു ഫീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫീച്ചറിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ ആണ് നമ്മൾ കാണുക എന്ന് പറഞ്ഞു. അതേപോലെ നോർത്തിങ്സിന്റെ കാര്യം പറയുകയാണെങ്കിലോ, തന്നിട്ടുള്ള ഫീച്ചറിന്റെ തൊട്ട് സൗത്തിലുള്ള, മീൻസ് തൊട്ട് താഴെയുള്ള നോർത്തിങ്സിന്റെ വാല്യൂ ആണ് നമ്മൾ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ചിത്രം വരച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മാപ്പ്. ആ മാപ്പിൽ ചെറിയൊരു കിണറുകൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പിൽ ഒരു കിണർ തന്നു അല്ലേ, ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, ഇതാണ് എന്ത്, ഇതാണ് മാപ്പ്. നമുക്ക് തന്നിട്ടുള്ള മാപ്പ് ഇതാണ്. അപ്പൊ ആ മാപ്പിൽ ഇതാ ഒരു കിണർ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ കിണറിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് നോർത്തിങ്സിന്റെ വാല്യൂ ആണ് കാണുക. ഇപ്പൊ 78 അതേപോലെ 77 ഈ രണ്ട് നോർത്തിങ്സിന്റെ ഇടയിലാണ് ഏത് കിടക്കുന്നത്, ഈ കിണർ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് നോർത്തിങ്സിന്റെ വാല്യൂ കാണുക, ഇമ്മീഡിയറ്റ്ലി to the south of the feature. Value of northings immediately to the south of the feature, given feature. ഇവിടെ തന്നിട്ടുള്ള ഫീച്ചർ ഏതാ, തന്നിട്ടുള്ള ഫീച്ചർ ഈ സാധനമാണ്, അതായത് ഈ കിണറാണ്. അതിന്റെ തൊട്ട് സൗത്തിലുള്ള നോർത്തിങ്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. സൗത്ത് ഏതാ നമുക്കറിയാം, താഴ്ഭാഗം സൗത്ത്, മുകൾ ഭാഗം നോർത്ത് അല്ലേ. അപ്പോൾ ഈ ഫീച്ചറിന്റെ തൊട്ട് സൗത്തിലുള്ള പിന്നെ നോർത്തിങ്സ് എന്ന് പറയുന്നത് ഏതാ, 77 ആണ്. ഓക്കെ, തൊട്ട് താഴെയുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി, തൊട്ട് താഴെയുള്ളത്. ഓക്കെ, തൊട്ട് സൗത്തിലുള്ള അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള പിന്നെ നോർത്തിങ്സിന്റെ വാല്യൂ. ഇനി ഇവിടെയാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, കിണർ കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു കിണറാന്ന് വിചാരിക്കുക. അപ്പൊ ആ കിണറിന്റെ നോർത്തിങ്സ് നമ്മൾ അതിന്റെ ലൊക്കേഷൻ കാണുമ്പോൾ നമ്മൾ ഏത് നോർത്തിങ്സ് ഇവിടെ പരിഗണിക്കുക, ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ നിയമം തന്നെയാണ് അവിടെയും ബാധകമാവുക. ഇമ്മീഡിയറ്റ്ലി ടു ദി സൗത്ത് ഓഫ് ദി ഫീച്ചർ, അതായത് ഈ തന്നിട്ടുള്ള ഫീച്ചറിന്റെ സൗത്തിലുള്ള നോർത്തിങ് ഏതാണ്, അത് 76 ആണ്. അപ്പൊ 76 നമ്മൾ പരിഗണിക്കും. അല്ലാണ്ട് എന്തല്ല, അതിനോട് ഏറ്റവും അടുത്തുള്ള നോർത്തിങ്സ് നോക്കുകയാണെങ്കിൽ അത് 77 ഇതാണ് അല്ലെ, ഈ 77 അപ്പൊ അടുത്തുള്ള അല്ല നോക്കുക, തന്നിട്ടുള്ള ഫീച്ചറിന്റെ തൊട്ട് താഴെയുള്ള തൊട്ട് സൗത്തിലുള്ള നോർത്തിങ്സ് ഏതാണോ ആ നോർത്തിങ്സ് ആണ് നമ്മൾ അതിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പരിഗണിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ. ഇനി the grid formed jointly by the eastings and the northings are called reference grid. ഓക്കെ, എന്താ പറയുന്നത്, ഈസ്റ്റിങ്സും അതേപോലെ തന്നെ നോർത്തിങ്സും പരസ്പരം ചേർന്നുണ്ടാകുന്ന ആ കള്ളികൾ, ആ ഒരു ജാലികകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റഫറൻസ് ഗ്രിഡ്. ഓക്കെ, ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ്, ഈ ചിത്രത്തിൽ കാണുന്നത് നോർത്തിങ്സ് ആണ്. അതിലേക്ക് നമ്മൾ എന്തുകൂടി ആഡ് ചെയ്യാണ്, അതിലേക്ക് നമ്മൾ ഈസ്റ്റിങ്സ് കൂടി ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഈ കാണുന്നത് പോലെ ഉണ്ടാവും അല്ലെ. ഈ കാണുന്നത് പോലെ നമ്മൾ എന്താ ആഡ് ചെയ്യാണ്, നോർത്തിങ്സിന്റെ കൂടെ ഈസ്റ്റിങ്സും കൂടി ആഡ് ചെയ്താൽ ഇങ്ങനെ കള്ളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റഫറൻസ് ഗ്രിഡ്. ഓക്കെ, റഫറൻസ് ഗ്രിഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. പിന്നെ അടുത്തത് പറയുന്നു, അടുത്ത സെന്റൻസ്, in 1:1
50,000 topo sheets. 1:50,000 topo sheets. Each grid with 2 centimeter width and 2 centimeter breadth covers an area with a 1 kilometer length and 1 kilometer breadth on the Earth's surface. അതായത് പിന്നെ നമ്മുടെ ഭൗമോപരിതലത്തിൽ, നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ റിയൽ എർത്തിൽ, നമ്മുടെ ഭൗമോപരിതലത്തിൽ 1 കിലോമീറ്റർ നീളവും അതേപോലെ 1 കിലോമീറ്റർ വീതിയുമുള്ള പ്രദേശത്തെയാണ്, ഭൂപ്രദേശങ്ങളെയാണ് ടോപ്പോ ഷീറ്റ്സിൽ 2 സെന്റിമീറ്റർ നീളത്തിലുള്ള 2 സെന്റിമീറ്റർ നീളത്തിലും 2 സെന്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രിഡുകളായി തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ടോപ്പോ ഷീറ്റുകളിൽ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ നമ്മൾ 2 സെന്റിമീറ്ററുള്ള ചെറിയ ചെറിയ കള്ളികളായി കാണുന്ന ഓരോ ഭാഗവും നീളത്തിൽ 2 സെന്റിമീറ്റർ നീളത്തിലും 2 സെന്റിമീറ്റർ വീതിയിലും നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ശരിക്കുള്ള ഭൂമിയിൽ എത്രയാണ്? ശരിക്കുള്ള ഭൂമിയിൽ 1 കിലോമീറ്റർ നീളവും വീതിയിലുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശരിക്കുള്ള ഭൂമിയിൽ അത് 1 കിലോമീറ്റർ നീളവും വീതിയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഫീച്ചേഴ്സ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഇൻ ടോപ്പോ ഷീറ്റ്സ് യൂസിങ് ദീസ് ഗ്രിഡ്. അപ്പോൾ ഈ ഗ്രിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ്, റെഫറൻസ് ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്സിൽ ഒരു വസ്തുവിന്റെ ഒരു പ്രത്യേകതയുടെ ഒരു ഫീച്ചറിന്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എക്സാമിന് 4 മാർക്കിന് വരെ ചോദ്യം വന്നിട്ടുണ്ട്. 4 മാർക്കിന് വരെ. ഇങ്ങനെയുള്ള ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരു ചിത്രം കൊടുക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ചർച്ച് കാണാം, ലൈറ്റ് ഹൗസ് കാണാം, വെൽ കാണാം, പോണ്ട് കാണാം, ഫോർട്ട് കാണാം, ട്യൂബ് വെൽ കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ചില ഫീച്ചേഴ്സ് നിങ്ങളോട് ചോദിക്കും, അതിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ പറയും. ചിലപ്പോൾ ലൊക്കേഷൻ തന്നിട്ട് ആ ലൊക്കേഷനിലുള്ള ഫീച്ചർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അങ്ങനെ 4 മാർക്കിന് വരെയുള്ള ചോദ്യം ഇതേപോലെ ഒരു ചിത്രം കൊടുത്തുകൊണ്ട് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കാണാന്നുള്ളത് നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പ്രത്യേകം പറയാണ്, ശ്രദ്ധിക്കാം. Look at the model grid, figure 4.9. ഈ ചിത്രം തന്നെ. Okay, given below. Don't you see the symbols of some geographic features in the grid? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ചില സിംബൽസ് ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇറ്റ് ഈസ് their location we need to find. ഈ ഓരോന്നിൻ്റെയും, ഈ ലൈറ്റ് ഹൗസിൻ്റെ, അതേപോലെ ഈ ഫോർട്ടിൻ്റെ, അതേപോലെ തന്നെ ഈ പോണ്ടിൻ്റെ, വെല്ലിൻ്റെ, ഇങ്ങനെയുള്ള ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് നമുക്കിവിടെ കണ്ടെത്തണം. ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് നമുക്കിവിടെ കണ്ടെത്തണം. Okay, and it is their location we need to find. The sizes of the geographic features included in the model grid are not one and the same. അതായത് ഈ ഒരു പിന്നെ ചിത്രത്തിൽ തന്നിട്ടുള്ള സവിശേഷതകൾ എന്തല്ല, എല്ലാം ഒരേ സാധനമാണോ? അല്ല, പലതും പല പിന്നെ സവിശേഷതകളാണ് അല്ല. അതേപോലെ തന്നെ പലതും പല വലുപ്പത്തിലാണ്. ചിലത് പിന്നെ വളരെ മൈന്യൂട്ടായി, വളരെ ചെറിയ, അപ്പോൾ ഈ കിണർ, അതേപോലെ ഈ ഒരു വെല്ല്, അതേപോലെ ട്യൂബ് വെല്ല്, അത് വളരെ ചെറിയ ഫീച്ചറാണ്. അതേപോലെ ഈ ഒരു പോണ്ട്, അതേപോലെ ഈ സെറ്റിൽമെന്റ്സ്, അതേപോലെ ഇവിടെ കാണുന്ന ഈ ഫോർട്ട് ഒക്കെ ആണെങ്കിലോ അത് കമ്പാരിറ്റീവ്ലി കുറച്ച് വലുപ്പമുള്ള ഫീച്ചേഴ്സ് ആണ്. അപ്പൊ എല്ലാം ഒരേ സിംബൽസ് അല്ല, ഒരേ സൈസ് അല്ല, ഒക്കെ ഡിഫറെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ അടുത്തത്, സിൻസ് they differ in size, the location of these features can be found out in 2 different ways. അപ്പോൾ ഈ ഓരോ ഫീച്ചറിന്റെയും സൈസ് ഡിഫറെന്റ് ആയതുകൊണ്ട് ചിലത് വളരെ ചെറുതും ചിലത് കുറച്ച് വലുതുമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കറക്റ്റ് അതിന്റെ ഓരോന്നിന്റെയും ലൊക്കേഷൻ കാണാൻ വേണ്ടി നമുക്ക് 2 വഴികളുണ്ട്. 2 different ways നമുക്ക് മുന്നിലുണ്ട്. നെയിംലി 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ്, അതേപോലെ മാർക്ക് ചെയ്യാം 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആൻഡ് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ്. ഓക്കെ, എന്താണ് ഇപ്പോൾ പറഞ്ഞത്? നമ്മുടെ ഈ തന്നിട്ടുള്ള ഈ ഒരു മാപ്പിൽ ഈ ഒരു ഗ്രിഡ് റെഫറൻസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ എല്ലാ ഫീച്ചേഴ്സും ഒരേ വലുപ്പമല്ല. ചില ഫീച്ചേഴ്സ് വളരെ ചെറുതാണ്, ചില ഫീച്ചേഴ്സ് കമ്പാരിറ്റീവ്ലി വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 രൂപത്തിൽ എന്ത് ചെയ്യാം, 2 ഡിഫറെന്റ് മെത്തേഡിൽ, 2 ഡിഫറെന്റ് വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫീച്ചേഴ്സിന്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ 2 മെത്തേഡ്സ് ആണ്, 2 വേസ് ആണ്. ഒന്ന് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്, മറ്റൊന്ന് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. 4 ഫിഗർ മെത്തേഡ് ആൻഡ് 6 ഫിഗർ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ്. 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ്, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സാമ്പിൾ ഗ്രിഡ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു ചെറിയൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പറയുന്ന കാര്യം തന്നെ നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ലുക്ക് അറ്റ് ദി ഗ്രിഡ് വിത്ത് എ ലേക്ക് ഇൻ ദി ഫിഗർ. ഇവിടെ ഒരു ലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു ലേക്ക്, ഒരു തടാകത്തിന്റെ ചിത്രം ഇവിടെ നമുക്ക് കാണാൻ പറ്റും.
ഒരു നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ് നമുക്ക് കാണേണ്ടത്. ലെറ്റ്സ് എക്സാമിൻ ഹൗ ദി ലേക്ക് ക്യാൻ ബി ലൊക്കേറ്റഡ്. ഈ ഒരു ലേക്ക് നമുക്ക് എങ്ങനെ ഈ 4 ഫിഗർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്ഥാനം കണ്ടെത്താം. ഓക്കെ, ഇതൊരു മാപ്പിൽ ആണ് ഈ ലേക്ക് ഉള്ളത്. ആ ലേക്കിന്റെ സ്ഥാനം നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നു in the 4 figure grid reference method, the value of the eastings to the immediate left of the feature is to the immediate left of the feature is to be written. Here it is 52. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇവിടെ എഴുതാനും കൂടി ശ്രമിക്കാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള ഫീച്ചർ ഏതാണോ ആ ഫീച്ചറിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള 52 എന്ന ലൈന് നമ്മൾ നോക്കുക. തൊട്ട് അടുത്തുള്ളതല്ല നോക്കേണ്ടത്, പിന്നെയോ തൊട്ട് ലെഫ്റ്റിലുള്ളത്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇൻ ദി 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്, ദി വാല്യൂ ഓഫ് ദി ഈസ്റ്റിങ്സ് ടു ദി ഇമ്മീഡിയേറ്റ് ലെഫ്റ്റ് ഓഫ് ദി ഫീച്ചർ ഈസ് ടു ബി റിട്ടൺ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഈ ഒരു ഫീച്ചറിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ. തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സ് ഏതാ? ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന വരകളാണ് ഈസ്റ്റിങ്സ്, അത് മറന്നു പോകരുത്. അപ്പൊ ഇവിടെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് 52 എന്ന വാല്യൂ ആണ്. ഓക്കെ, ആ ലൈനാണ് ഇതിലിങ്ങനെ കടന്നു പോകുന്നത് അല്ലെ, 52 ആണ്. അപ്പൊ നമ്മൾ ആ വാല്യൂ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് എടുത്ത് എഴുതുക, 52. ഇനിയോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് then the value of the northing just south of the feature is to be written. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നിട്ടുള്ള ഫീച്ചറിന്റെ തൊട്ട് സൗത്തിലുള്ള തൊട്ട് താഴെയുള്ള നോർത്തിങ്സിന്റെ വാല്യൂ. ഇവിടെ പിന്നെ നോർത്തിങ്സ് ഏതൊക്കെയാ? 20, 19, താഴോട്ട് നോക്കുകയാണെങ്കിൽ 18, ഇതാണ് നോർത്തിങ്സ് അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ള ഫീച്ചറിന്റെ തൊട്ട് താഴെയുള്ള തൊട്ട് സൗത്തിലുള്ള നോർത്തിങ്സ് ഏതാ? അത് ഈ 18 ആണ്. ഓക്കെ, ഈ 18 ആണ്. ആ 18 എന്നുള്ളത് എന്ത് ചെയ്യുക? ഇവിടെ എടുത്തെഴുതുക, 52, 18. ഇടയിൽ സ്പേസ് ഒന്നും വേണ്ട, ഒരുമിച്ച് ചേർത്ത് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ എടുത്തെഴുതുക. ഇത്രേ പണിയുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡിലൂടെ ഈ ലേക്കിന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടി. ആ ലൊക്കേഷൻ ആണ് 52, 18. Okay, 52, 18. Thus, the location of the lake as per the 4 figure grid reference will be 52, 18. Okay, 52, 18. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിലൂടെ ഈ ഒരു മെത്തേഡിലൂടെ ഒരു ഫീച്ചറിന്റെ, ഒരു ജിയോഗ്രഫിക് ഫീച്ചറിന്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ മറ്റൊരു സംഗതി ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു എന്തുണ്ട്? ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സാമ്പിൾ വരെയാണ്, പെട്ടെന്നൊന്നൊരു ഉദാഹരണം എന്ന രൂപത്തിൽ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതൊരു ഫോർട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഫോർട്ടിന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം അതിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ നോക്കുക. ഏതാണ്? 51 ആണ്. അപ്പൊ ആ 51 എന്നത് ഇവിടെ എടുത്ത് എഴുതാം. പിന്നെ തൊട്ട് സൗത്തിലുള്ള നോർത്തിങ്സിന്റെ വാല്യൂ നോക്കുക. ഏതാ തൊട്ട് സൗത്തിലുള്ളത്? 19 ആണ്. ആ 19 ഇവിടെ എടുത്ത് എഴുതുക. അപ്പൊ എത്രയായി? 51, 19. ആൻസർ കിട്ടി. ഇത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര എളുപ്പത്തിൽ നമുക്ക് പിന്നെ ഒരു 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വസ്തുവിന്റെ ലൊക്കേഷൻ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ്. 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ്, 6 അക്ക ഗ്രിഡ് റെഫറൻസ് എന്ന് മലയാളത്തിൽ പറയാം. 6 ഫിഗർ അല്ലെങ്കിൽ 6 അക്ക ഗ്രിഡ് റെഫറൻസ്. ഇപ്പൊ നേരത്തെ നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 4 ഫിഗറെ കിട്ടിയിട്ടുള്ളൂ. ഈ പേര് കിട്ടാനുള്ള കാരണം എന്താ? 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് എന്ന് കിട്ടാനുള്ള കാരണം എന്താ? ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതാൻ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് കിട്ടിയത്? ഏറ്റവും ആദ്യം നമ്മൾ 52 എടുത്തു അല്ലെ, 52. ഓക്കെ, പിന്നെ അടുത്തത് എന്താ? ഈ 18 ആണ് നമ്മൾ എടുത്തത്, തൊട്ട് സൗത്തിലുള്ളത്. അപ്പൊ എത്രയാ? 52, 18. നമ്മൾ എണ്ണി നോക്കുമ്പോൾ 1, 2, 3, 4 ഫിഗേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പേര് കിട്ടിയത്? 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ് എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അടുത്തത് അപ്പൊ എത്ര ഫിഗേഴ്സ് ഉണ്ടാവും? 6 ഫിഗേഴ്സ് ഉണ്ടാവും. 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താ വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്ന ഏതാണ്? 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ്.
Relatively smaller geographic features are generally located through the 6-figure grid reference method. അതായത് വളരെ ചെറിയ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ജിയോഗ്രഫിക് ഫീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ 6-figure ഗ്രിഡ് റെഫറൻസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ സ്ഥാനം ലൊക്കേറ്റ് ചെയ്യുക. Look at the given grids depicting a tube well. ഈ ട്രയാങ്കിൾ എന്തിനെ സൂചിപ്പിക്കുന്നത്? അത് കുഴൽക്കിണറാണ് അല്ലെ, കുഴൽക്കിണറാണ്. Let's examine how the tube well can be located. ഇവിടെ നമുക്ക് ഒന്നുകൂടി സൂക്ഷിച്ച് ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ജിയോഗ്രഫിക് ഫീച്ചേഴ്സിന്റെ സ്ഥാനം ലൊക്കേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം നോക്കാം. While determining the location of the tube well, the value of the eastings to the left of it is to be written first. അതായത് ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ തന്നെ എഴുതി കാണിക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 4-figure മെത്തേഡിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ തന്നിട്ടുള്ള ട്യൂബ് വെല്ലിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ കണ്ടെത്തുക. ഇതിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സ് ഏതാ? ഇതാണ് തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ 15. ആ 15 നമ്മൾ എന്ത് ചെയ്യുക, ആ 15 നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. അതിൽ യാതൊരു മാറ്റവും വേണ്ട. ഇനി അടുത്ത സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്താ? Then divide the area up to the next easting into 10 equal parts as shown in figure 4.12. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, ഈ 15 എന്ന് പറയുന്ന 15 എന്ന് പറയുന്ന ഈസ്റ്റിങ്സ് എന്ന് അടുത്ത ഈസ്റ്റിങ്സ് എത്രയാ? 16 ആണ്. ഓക്കെ, അപ്പൊ ഈ 15 എന്ന് 16ലേക്കുള്ള ദൂരത്തെ, മീൻസ് 15 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് എന്ന് 16 എന്ന് പറയുന്ന ഈസ്റ്റിങ്സിലേക്കുള്ള ഈ ഒരു ദൂരത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പറയുന്നത് പോലെ 10 ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുക. 10 ഈക്വൽ പാർട്സ് ആക്കി. അപ്പൊ ഈ ചെറിയൊരു ബോക്സ് ഒന്ന് വലുതാക്കി കൊടുത്തതാണ് ഇവിടെ, അല്ലെങ്കിൽ ഒന്നുകൂടി മാറ്റി വരച്ചതാണ് ഇവിടെ. അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാകണ 15ഉം 16 നമ്മൾ പറഞ്ഞത് അല്ലെ. 15 എന്ന് പറയുന്ന ഈസ്റ്റിങ്സ്, 16 എന്ന് പറയുന്ന ഈസ്റ്റിങ്സ്, രണ്ടിനെയും നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കുക. നമുക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. 1 2 3 4 5 6 7 8 9 10. ഇതാണ് 16, 10. ഓക്കെ, അപ്പോൾ അങ്ങനെ 10 ഈക്വൽ ഭാഗങ്ങളാക്കി തിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. ഇനി ഫൈൻഡ് ദി എക്സാക്ട് ഡിവിഷൻ ഓൺ വിച്ച് ദി ട്യൂബ് വെൽ ഈസ് ലൊക്കേറ്റഡ് ആൻഡ് റൈറ്റ് ഇറ്റ് നെക്സ്റ്റ് ടു ദി വാല്യൂ ഓഫ് ഈസ്റ്റിങ്സ് ഓൾറെഡി ഫൗണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 15 മുതൽ 16 വരെയുള്ള ഭാഗത്തെ, 15 നിന്ന് 16ലേക്കുള്ള ഈ ഒരു ദൂരത്തെ നമ്മൾ എന്ത് ചെയ്തു? 10 ഈക്വൽ പാർട്സ് ആക്കി തിരിച്ചു. ഇനി ഈ 1 മുതൽ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യാം. 1 മുതൽ കൗണ്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5. ഈ 5ന് നേരെയാണ് എന്ത് വരുന്നത്? ഈ 5ന് നേരെയാണ് നമ്മുടെ ഈ ട്യൂബ് വെൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ 15 എന്ന് എഴുതിയല്ലോ, ഈസ്റ്റിങ്സിന്റെ വാല്യൂ 15 എന്ന് എഴുതി. ഇപ്പൊ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ 10 ഭാഗങ്ങളാക്കി കൗണ്ട് ചെയ്തപ്പോൾ 5ാമത്തേന്റെ നേരെയാണോ ഈ ട്യൂബ് വെൽ വന്നത്. അപ്പോൾ ആ 5 കൂടി സ്പേസ് ഒന്നും ഇല്ലാണ്ട് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പൊ എന്തായി? 15 5 എന്നായി. ഓക്കെ, 15 5 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഒരു ഘട്ടം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 15 5. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ 4-figure ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? 15 തൊട്ട് സൈഡിലുള്ള തൊട്ട് ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്സിന്റെ വാല്യൂ 15 നമ്മൾ എടുത്ത് എഴുതി. പിന്നീട് 15 മുതൽ അടുത്ത ഈസ്റ്റിങ്സ് ആയ 16 വരെയുള്ള ഭാഗത്തെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി തിരിച്ചു. എന്നിട്ട് നമ്മൾ 15 നിന്ന് 16ലേക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്തു. 1 2 3 4 5. കറക്റ്റ് 5ന് നേരെയാണ് ഏതുള്ളത്? ഈ തന്നിട്ടുള്ള ഫീച്ചർ ഉള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ 5 എന്ന് എഴുതി. അപ്പൊ 4ന് നേരെയാണെങ്കിലോ ആ 4 എന്നുള്ളത്, ഇനി 6ന് നേരെയാണെങ്കിലോ 6 എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതാം. അപ്പൊ ഇവിടെ 5 ആയതുകൊണ്ട് 15ന് നേരെ ഈ 5ഉം കൂടി നമ്മൾ എഴുതി. സോ 15 5 അല്ലെങ്കിൽ 15 5. ഓക്കെ, അത്രയും കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, now write the value of the northing just below the tube well along with the eastings value. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള 15 5 എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ഇനി എടുത്ത് ചെയ്യേണ്ടത് എന്താ? അപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ ക്ലിയർ ആക്കി അല്ലെ, അതായത് ഈസ്റ്റിങ്സിന്റെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്തിങ്സിന്റെ ഏരിയ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം കൂടി നോക്കാം. നൗ റൈറ്റ് ദി വാല്യൂ ഓഫ് നോർത്തിങ് ജസ്റ്റ് ബിലോ ദി ട്യൂബ് വെൽ. നേരത്തെ പറഞ്ഞത് 4-figure മെത്തേഡിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ട്യൂബ് വെല്ലിന്റെ തൊട്ട് സൗത്തിലുള്ള താഴെയുള്ള നോർത്തിങ്ങിന്റെ വാല്യൂ കണ്ടെത്താൻ പറയാം. എത്രയാ? അത് 76 ആണ്.
അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് തൊട്ട് താഴെയുള്ള നോർത്തിങ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ ട്യൂബ് വെല്ലിന്റെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സ് ഇതാണ് 76 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഈ 155 എന്നതിന്റെ കൂടെ 15 എന്നതിന്റെ കൂടെ ഈ 76 അവിടെ എഴുതി കൊടുക്കുക. സ്പേസ് ഒന്നും വേണ്ട. ഓക്കെ, 15 എന്ന് വരെ നമുക്ക് നേരത്തെ കിട്ടി. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഈ നോർത്തിങ്സിന്റെ വാല്യൂ 76 എന്ന് എഴുതി കൊടുക്കുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ വായിച്ചിട്ട് തന്നെ അങ്ങോട്ട് വരാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ദി ഏരിയ അപ് ടു ദി നെക്സ്റ്റ് നോർത്തിങ്സ് ആസ് ബീങ് ഡിവൈഡഡ് ഇൻ ടു 10 ഈക്വൽ പാർട്സ് ആസ് ഷോൺ ഇൻ. ഓക്കെ, നമുക്കത് ഇങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രം നോക്കി തന്നെ പറയാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഈ 15 മുതൽ 16 വരെയുള്ള ഭാഗത്തെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കിയതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ 76 എന്ന് പറയുന്ന നോർത്തിങ്സ് ആണല്ലോ എടുത്തത്. അപ്പൊ ആ 76 മുതൽ അടുത്ത നോർത്തിങ്സ് ആയ 77 വരെയുള്ള ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുക, 10 ഭാഗങ്ങളാക്കി 10 ഈക്വൽ പാർട്സ് ആക്കി തിരിക്കുക. ഈ ഒരു ചിത്രത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചിത്രം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് 76. ആ 76 നിന്ന് 77ലേക്കുള്ള ദൂരത്തെ 10 ഈക്വൽ പാർട്സ് ആക്കി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ. എന്നിട്ടോ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, 76 നിന്ന് 77ലേക്ക് കൗണ്ട് ചെയ്തു. 1 2 3 4 5. ഏകദേശം 5ന് നേരെ തന്നെയാണ് എന്ത് വരുന്നത്, ഈ ട്യൂബ് വെൽ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ആ 5 എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി കൊടുക്കുക. ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള 15 5 കൂട്ടത്തിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ള 76 5 എത്ര ഫിഗേഴ്സ് ആയി, 1 2 3 4 5 6. ഇതാണ് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. അപ്പൊ കറക്റ്റ് നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു മാപ്പിൽ ഈ ഒരു ട്യൂബ് വെല്ലിന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടി 15 5 76 5. ഓക്കെ, അപ്പൊ സംഗതി വളരെ ഈസി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ ഒരു മാപ്പിൽ കാണുന്ന, ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഓരോ ഫീച്ചറിന്റെയും ഓക്കെ, അതായത് ഈ ഫീച്ചർ, അതേപോലെ ഇത്, അതേപോലെ തന്നെ ഈ കാണാം, അതേപോലെ ഇവിടെ വേറൊന്ന് കാണാം, അതേപോലെ ഇവിടെ ഫോർട്ട് കാണാം, ട്യൂബ് വെല്ല്. ഓക്കെ, ഇങ്ങനെയുള്ള ഓരോ ഫീച്ചറിന്റെയും ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതേപോലെ ഇവിടെ ഒരു ബ്രിഡ്ജ് കാണാം. ഇങ്ങനെയുള്ള ഓരോന്നിന്റെയും ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തുക. ഇതിൽ നമ്മൾ ചെറിയ ഫീച്ചേഴ്സ്, അതായത് ഇങ്ങനെയുള്ള ഈ ഒരു ചർച്ച്, അതേപോലെ വെല്ല്, ട്യൂബ് വെല്ല് പോലെയുള്ള ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് 6 ഫിഗർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും, അതേപോലെ ഗ്രേവ്, സെറ്റിൽമെന്റ്സ്, അതേപോലെ ഫോർട്ട്, ലേക്ക്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വലിയ ഫീച്ചേഴ്സും ഒക്കെ 4 ഫിഗർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ കണ്ടെത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എക്സാമിന് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, അതേപോലെ ഗ്രിഡ് റെഫറൻസ്, 4 ഫിഗർ മെത്തേഡും 6 ഫിഗർ മെത്തേഡും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ. നിർബന്ധമായിട്ടും അത് കൃത്യമായിട്ട് പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ബാക്കി കോണ്ടൂർ ലൈൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.